ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡ്. ഇപ്പം പലരും പറയാറുണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ വലിയ വലിയ ഇഷ്യൂ. സത്യമാണ്, ഫാസ്റ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ബോഡിക്ക് ഹാംഫുൾ ആയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് കഴിക്കുന്നത് എപ്പോഴാണ്? ഡെയിലി കഴിക്കുന്നില്ല. കൺസ്യൂം ചെയ്യുന്ന വെച്ചാൽ വീക്കിലിയോ വീക്കെൻഡിലോ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കര ഹാംഫുൾ ആണെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് എന്തെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ഡെയിലി 3 കാര്യം കഴിക്കുന്നുണ്ട്. ഒന്ന് പാല്, 2 എന്തെങ്കിലും ഒരു ഫിഷ് ഐറ്റം അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ്, 3 എന്ന് പറയുന്നത് നമ്മൾ അരി. അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി 2 കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അരിയുടെ കാര്യത്തിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നാടൻ അരിയുണ്ട്, പുറത്തുനിന്ന് വരുന്ന അരിയുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ വാങ്ങിച്ച് കൂട്ടി കഴിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കൊണ്ടുവരുന്ന സാധനം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരി എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഒരു വരയും ഒരു ചെറിയൊരു കോട്ടിങ്ങും കുറച്ച് വലുതൊക്കെ ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കവറിങ് എന്ന് പറയുന്നത് അതിനകത്ത് പ്രോട്ടീനും വിറ്റാമിനും ഫൈബറൊക്കെ ഉണ്ട് അതിനകത്ത്. സോ ശരിക്കും നമ്മൾ കഴിക്കേണ്ട ഫുഡ് അതാണ്. പുറത്തുനിന്ന് വരുന്ന ഫുഡ് പോളിഷ്ഡ് റൈസാണ്. പോളിഷ്ഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തെന്ന് പറയുന്നത് വെറും പഞ്ചസാര അല്ലെങ്കിൽ കാർബോ കണ്ടൻറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അത് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറച്ച് പഞ്ചാര എടുത്ത് ഒരു ചെറിയ ഉണ്ടയാക്കി 3 നേരം കഴിച്ചാൽ അല്ലെങ്കിൽ 2 നേരം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ശരിക്കും നമ്മൾ പുറത്തുനിന്നുള്ള അരി വാങ്ങി കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം. ഇന്ത്യയിൽ 2023 ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡി എടുത്ത് പറഞ്ഞേക്കുന്നില്ല, ഔട്ട് ഓഫ് 1 ഒരു 3 പേരെടുത്തു കഴിഞ്ഞാൽ ഒരാൾ പ്രീ ഡയബറ്റിക് ആണ്. ഡയബറ്റിക് എന്നല്ല പറഞ്ഞത്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രോൺ ടു ഒരു ഡയബറ്റിക് ആവാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഈ റൈസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ട്, ഓവർ ഈറ്റിംഗ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, എല്ലാ ഡയബറ്റിക്കിന് ഇഷ്യൂ. പക്ഷേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന പുറത്തുനിന്ന് വരുന്ന അരിയാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പോളിഷ്ഡ് റൈസാണ് നമ്മൾ ഈ കഴിക്കുന്നത്. അത് ഒട്ടും ഹെൽത്തി അല്ല, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം നാടൻ അരി എന്ന് പറയുമ്പോൾ ഈ പോളിഷ്ഡ് റൈസിനേക്കാളും നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും, കുറച്ചുകൂടെ ഒരു വലിപ്പം സൈസും അത് കൂടുതലായിരിക്കും. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ പഴയ ആൾക്കാരെ ശ്രദ്ധിച്ചു പോയാൽ മതി. അവരൊന്നും ലീൻ ബോഡി ആയിരുന്നു, അവരൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഫുഡും കഴിക്കുമായിരുന്നു, ഹെൽത്തി ആയിരുന്നു. പക്ഷേ അതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് ജോലിയും ചെയ്യുമായിരുന്നു ആ സമയത്ത്. സോ ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മളെ ഗവൺമെൻറ് ഒരിക്കലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നില്ല. അവർക്ക് അതൊന്നൊരു വിഷയമില്ലാത്ത കാര്യമായതുകൊണ്ട് അവർ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് തലത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയെ പഴയതിനേക്കാളും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്നത്തെ കാലത്ത്. മെഷീൻസ് ഒക്കെ ഇറങ്ങുന്നതുകൊണ്ട് വളരെ ഈസിയാണ് കൃഷി ചെയ്യാൻ. പക്ഷേ അതിന് ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് ആരും കിട്ടുന്നില്ല. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് സ്വയം നന്നാവുക എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റൈസ് മാക്സിമം ഒരു നാടനായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് പോവാം. ഡയബറ്റിക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഫിസിക്കൽ ഇനാക്ടിവിറ്റി ആവാം, ഹെറിഡിറ്ററി ആയിട്ട് വരുന്നുണ്ട്, ഓവർ ഈറ്റിംഗ് ഉണ്ട്, സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻ്റ് ഉണ്ട്. സോ ഇതെല്ലാം ഡയബറ്റിക്കിന് പ്രോൺ ആണ്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ദാറ്റ്സ് ഓക്കെ, ഫൈൻ.